നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ധനുരാശിക്ക് ജനുവരി 28-29 തീയതികളിൽ അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതായത് അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2026 ജനുവരി 27 വൈകിട്ട് 4:44 PM മുതൽ ജനുവരി 29 വൈകിട്ട് 6:30 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. അന്നത്തെ ദിവസം ഈ ദിവസങ്ങളിൽ ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഓക്കെ, 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ഇവർ തീർച്ചയായിട്ടും വ്രതമെടുത്ത്, കാര്യം കണ്ടക ശനിയാണ്, 4ാം ഭാവത്തിലാണ് ശനി. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് ഇവ നടത്തുക ശനിയാഴ്ച. ഇവിടെ ചന്ദ്രനും വ്യാഴവും ശുക്രനും അനുകൂലമായതുകൊണ്ട് ഭൗതിക സുഖങ്ങൾ അസാമാന്യമായിട്ട് അനുഭവിച്ച് സന്തോഷം നേടാൻ പറ്റും. ഭൗതിക സുഖങ്ങളെന്ന് പറയുമ്പോൾ ഗൃഹഭാഗ്യം, വാഹനഭാഗ്യം, ആഹാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, അതുപോലെ തന്നെ ആഭരണ ലാഭം, വസ്ത്രലാഭം, ഇതുപോലെ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. അതുമാത്രമല്ല, പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ള സാധ്യത. അതുമാത്രമല്ല, അല്പം പിണങ്ങിയിരിക്കുന്ന വ്യക്തികളുമായിട്ട് ഇവർക്ക് വീണ്ടും സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായ ആൾക്കാരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും പുതിയതായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ അവർ വഴി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനും പറ്റും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യത, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത എന്ന് ഞാൻ പറയുമ്പോൾ ആയിരക്കണക്കിന് രൂപയ്ക്കൊന്നും ഭാഗ്യക്കുറിയൊന്നും എടുത്തേക്കരുത്. പക്ഷെ ഒരെണ്ണം എടുക്കുക, അതിൽ കൂടുതലൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയേണ്ട കാര്യമില്ല. ഒരെണ്ണം എടുക്കുക, അടിക്കാതെ അത് അടിച്ചിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹം, ഗുരുതുല്യരായവരുടെ അനുഗ്രഹം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഇവ ലഭിക്കും. കാരണം സർപ്പം അഥവാ രാഹു 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ശുക്രനും ബുധനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവെ ധനുരാശിക്ക് വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ബുധൻ, ശുക്രൻ, സർപ്പം, ശിഖി, ചന്ദ്രൻ, വ്യാഴം എന്നീ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ചൊവ്വയും സൂര്യനും 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം കരുതാം. ബുധനും ശുക്രനും ധനസ്ഥാനത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ബൗദ്ധിക മേഖലയിൽ എന്നൊക്കെ പറയുമ്പോൾ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് നേട്ടമാണ്. അതായത് അഡ്വക്കേറ്റുമാർ, അതുപോലെ അധ്യാപകർ, കലാകാരന്മാർ, പിന്നെ രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ ബിസിനസ്സുകാർ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ സെയിൽസ് ഗേൾസ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, സെയിൽസ്മെൻ, ഇവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് ധനുരാശിക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ ചന്ദ്രൻ അനുകൂലമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ
ഇവിടെ 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ സ്വക്ഷേത്രമാണ്, ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാനസികമായിട്ട് നേട്ടങ്ങളുണ്ടാകും. അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇടവൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചക്ഷേത്രമാണ് ചന്ദ്രൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരു സന്തോഷമുണ്ടാവും. പൊതുവെ അല്പം ധൈര്യമൊക്കെ കൂടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ശാരീരിക മാനസിക വ്യാകുലതകൾ കുറയും. രോഗങ്ങൾ ശമിക്കാനുള്ള ഒരു സാധ്യത. പൊതുവെ ശനി കണ്ടകശനിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കൂടാതെ നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതുതന്നെ ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ പാർവതിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക, ശിവന് ജലധാര ഒക്കെ നടത്തുക. അതുപോലെ ശിവന്, അതായത് അഭിഷേകപ്രിയനായ ശിവന് ഭസ്മാഭിഷേകം നടത്തുന്നത് ശ്രേയസ്കരമാണ്. പിന്നെ തീർച്ചയായിട്ടും ജലം കൊണ്ടുള്ള അഭിഷേകത്തിനാണ് ഈ ജലധാര എന്ന് പറയുന്നത്. അത് കൂടാതെ പരിധിരി കൊണ്ട് അഭിഷേകം ചെയ്യാം, അതുപോലെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യാം. ഏറ്റവും ഉത്തമമായിട്ടുള്ള ധാരയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരിക്കിൻ വെള്ളം കൊണ്ട്. കരിക്കെന്ന് പറയുമ്പോൾ ഈ ഇളം നാളികേരം, ഇളം തേങ്ങയുടെ വെള്ളത്തിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കരിക്കിൻ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടത്തുന്നതാണ് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട്. കൂടാതെ നിരവധി വഴിപാടുകൾ വേറെയുണ്ട്. അതൊക്കെ തന്നെ മാറി മാറി നടത്തുക. അത് നടത്തിയില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതായത് ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം തരത്തുള്ളൂ. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലാണ് ഞാൻ പറയുന്നത് ഈ ദുരിതങ്ങൾ മാറാൻ ഏറ്റവും പെട്ടെന്ന് അറിയാമല്ലോ. അതായത് ശിവൻ എന്ന് പറയുമ്പോൾ ക്ഷിപ്രപ്രസാദിയാണ്, അതേസമയം ക്ഷിപ്രഗോപിയാണ്. എന്നാൽ തന്നെ പാർവതിയും കൂടി ഉള്ള ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. എല്ലാവർക്കും, ധനുരാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.